നമ്മുടെ എല്ലാ അതിഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, 17-ാം വാർഡ് മഹൂർ പഞ്ചായത്ത് 17-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10:30 മണിക്ക് നാം തുടങ്ങിയതായ പരിപാടി ആംബുലൻസ് സമർപ്പണത്തിനോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമമാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. 10:30 മുതൽ വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെ സംസ്ഥാന മുസ്ലിം സെക്രട്ടറി സാഫി ചാലിയവും അതേപ്രകാരം മറ്റുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ പ്രസംഗിക്കുകയും വളരെ പഠനാർഹമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി നമ്മുടെ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട നവാസ് പാലേരി അവർകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഈ സദസ്സിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. നമുക്കറിയാമെന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ എല്ലാ നിലക്കും എല്ലാ സദസ്സിനെയും കയ്യിലെടുത്തുകൊണ്ട് എല്ലാവർക്കും പഠനാർഹമായ രീതിയിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഗൾഫിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുടുംബ സംഗമത്തിൽ നമുക്ക് പഠനാർഹമായ രീതിയിലുള്ള ക്ലാസ്സുകളെടുത്ത് പാടിയും പറഞ്ഞും സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് വളരെ നമ്മുടെ ജീവിതത്തിൽ എന്നും പകർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കേരളക്കരയിൽ എല്ലാ നിലക്കും നമ്മൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം, സദസ്സിൽ എല്ലാ നിലക്കും നമുക്ക് പഠനാർഹമായ രീതിയിലുള്ള ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, പറയുന്നതിന് വേണ്ടി, പാടുന്നതിന് വേണ്ടി എടുത്തു ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നവാസ് പാലേരി അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രദേശത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ബഹുമാനപ്പെട്ടവരെ ഈ നാടിന് വേണ്ടി, ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം നമ്മുടെ ഈ സദസ്സിൽ, നമ്മുടെ ഈ വേദിയിൽ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് കുന്നമംഗലം നിയോജക മണ്ഡലം KMCC സെക്രട്ടറി ബഹുമാനപ്പെട്ട ടി സലാം സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ, അതേപ്രകാരം ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും വാർഡ് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും എല്ലാ പ്രവർത്തകന്മാരെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം ഇന്ന് രാവിലെ മുതൽ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് രാവിലെ മുതൽ വളരെ ക്ഷമയോടുകൂടി ഈ സദസ്സിനെ ഭംഗിയാക്കിയിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വിളിച്ചാൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ്, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ ക്ഷമയോടുകൂടി ബഹുമാനപ്പെട്ട നവാസ് പാലേരി അവരുടെ ഈ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കുന്നമംഗലം നിയോജക മണ്ഡലം KMCC സെക്രട്ടറി സലാം അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഈ ചാലിയാറിൻ്റെ മനോഹരമായ തീരത്ത് ഒരുമിച്ച് കൂടിയത് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിക്കൊണ്ട് മാവൂർ പഞ്ചായത്ത് 17-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആംബുലൻസിൻ്റെയും അതുപോലെ ആതുര സേവന രംഗത്ത് തന്നെ നമുക്ക് വളരെയധികം സേവന തൽപരരായിക്കൊണ്ട് നമ്മൾ ഈ നാടിന് സമർപ്പിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെയും സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമത്തിലാണ്. അതിൻ്റെ ആദ്യ സെഷൻ രാവിലെ ഉച്ചയോടുകൂടി അവസാനിച്ചു. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സെക്രട്ടറി സാഫി ചാലിയം, അതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹലിയ തുടങ്ങിയവർ ഇവിടെ പ്രസംഗിച്ചു മടങ്ങി. ഇനി അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഇപ്പോൾ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നമുക്കേവർക്കും സുപരിചിതനായ
പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും നമ്മുടെ ഏവരുടെയും മനം കവർന്നിട്ടുള്ള പ്രശസ്ത കലാകാരനും ഗാനരചയിതാവും ഗായകനും പ്രഭാഷകനും എല്ലാമായിട്ടുള്ള എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ബഹുമുഖ പ്രതിഭ ബഹുമാനപ്പെട്ട പാലേരി സാഹിബ് അവർകൾ നമ്മളെ മുസ്ലിം ലീഗ് കുടുംബത്തിന് തന്നെ അഭിമാനമായിക്കൊണ്ട് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ പാട്ടുകളെല്ലാം യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടതാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹം പാടിയത് നമ്മളേവരുടെയും ഈറനണിയിച്ച് നമ്മളെല്ലാവരും ശ്രവിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടും പ്രസംഗവും എല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഈ കലാവിരുന്നിന് വേണ്ടി ശ്രദ്ധാപൂർവം ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് അധ്യക്ഷ പ്രസംഗം കൂടുതൽ നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രഭാഷണത്തിന് വേണ്ടിയും ബഹുമാനപ്പെട്ട പാലേരി സാഹിബ് അവർകളെ വേദിയിലേക്ക് ബഹുമാന പുരസ്കാരം ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദ്ഖുലി ജന്നതി. സദഖല്ലാഹുൽ അലിയുൽ അദീം. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ, അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം, അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നോൻ സകലമറിയുന്നോൻ. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മികവെത്ര കൂടിയാലും മദ്ഹേത്ര പാടിയാലും മനുഷ്യൻ ആരാധ്യനല്ലാരായിരുന്നാലും അന്തിമ മുർസൽ മുഹമ്മദ് നബി തന്നെയായാലും സ്വല്ല അലൈക്കല്ലാഹു വസ്സലാം സയ്യിദുനായ ഖൈറൽ ബറാ
സമതായ നാഥൻ്റെ പ്രിയ മെഹബൂബേ, സർവജ്ഞനാഥൻ്റെ പ്രിയ മെഹബൂബേ, സ്വാദിഖലി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, സ്വാദിഖലി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, തളരാതെ തകരാതെ എന്നെന്നും നിലനിന്നിടും മുസ്ലിം ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, വനിതാ ലീഗ് സിന്ദാബാദ്, KMCC സിന്ദാബാദ്, MSF സിന്ദാബാദ്. മതമൈത്രി പുലരുന്ന മഹിതമാം നാട്, മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരുപാട്, മലയാളി കവികളെ കവിതകൾ പാട്, മാമാല നിരകളാൽ നിറഞ്ഞ നാട്, മാനസം കുളിർപ്പിക്കും ഹരിതമേട്. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നൽകിയ വലിയ നിഅമത്ത് കൊണ്ട്, അവൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ടാമത്തെ സെക്ഷൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ മനോഹരമായ സെക്ഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റഷീദ് സാഹിബ് അടക്കമുള്ള, ലത്തീഫ് സാഹിബ് അടക്കമുള്ള ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി ആസ്വദിക്കാനെത്തിയ നല്ലവരിൽ നല്ലവരായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, KMCCയുടെ, വനിതാ ലീഗിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം തൊട്ട ഹരിത അഭിവാദ്യങ്ങൾ നേരുകയാണ്. മുസ്ലിം ലീഗ് നാടൊട്ടാകെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു അപൂർവങ്ങളിൽ അപൂർവമായാണ് പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഊർക്കടവ് പാലത്തിലെ പ്രിയപ്പെട്ടവർ, ഇവിടുത്തെ ഒരു ആൾക്ക്, അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ വസിക്കുന്ന ഒരു മനുഷ്യന് ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരാൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പ്രയാസപ്പെടാൻ പാടില്ല. രോഗമായി കിടക്കുന്ന, അപകടം പറ്റി അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുവദിക്കാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട്, ഒത്തുപിടിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് നമ്മളിവിടെ സമർപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൽ നിങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും സ്നേഹ സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്, ഇവിടുത്തെ പ്രിയപ്പെട്ടവർ ചേർന്നുകൊണ്ട് തല ചായ്ക്കാനിടമില്ലാത്തവർക്ക്, സത്യത്തിൽ ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ ഒന്ന് പ്രയാസം അനുഭവിക്കുമ്പോഴാണ്, പ്രതികൂലമാകുമ്പോഴാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ചോർന്നൊലിക്കുമ്പോൾ, വീടല്ല തണലല്ല ഒരു കാറ്റ് വന്നെങ്കിൽ വീഴാനിരിക്കുന്ന കൂട്, തിക്തമീ ജീവിതം മണ്ണിലവർക്കൊരു തീയരിയും നെരിപ്പോട്, തീയരിയും നെരിപ്പോട്. ചില സ്ഥലത്തൊക്കെ പോയാൽ താർപ്പായ കൊണ്ട് ഇങ്ങനെ മറച്ച വീടുകൾ കാണാം. അതുപോലുള്ള ആയിരക്കണക്കിന് വീടുകൾ, പതിനായിരക്കണക്കിന് വീടുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വകയായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബൈത്തുർ റഹ്മ എന്നാണ് അതിൻ്റെ പേര്. മാഷാ അല്ലാഹ്. നമുക്ക് ആശ്വാസത്തോടുകൂടി കേരളത്തിലെ ഈ ബൈത്തുർ റഹ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇവിടത്തുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ചേർന്നുകൊണ്ട് 3 ബൈത്തുർ റഹ്മയാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. മാഷാ അല്ലാഹ്. അതിലൊക്കെ നിങ്ങളെ സ്നേഹ സാന്നിധ്യമുണ്ട്.
നിങ്ങളെ കൈവിരൽ ചൂണ്ടലുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങളുണ്ട്, നിങ്ങളെ പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ലോകമെന്ന് പറയുന്നത്, ഈ പ്രദേശമെന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെയല്ല. പലർക്കും പല പ്രയാസങ്ങളുണ്ട്. മുൻകാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ പ്രയാസം പരിഹരിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവരുടെ ഹൃദയം തൊട്ട്, ഞാൻ പറഞ്ഞല്ലോ, കണ്ണിലെ നനവ് നോക്കി കരളിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കുന്ന നേതാക്കന്മാരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. അങ്ങനെയായിരുന്നു. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം, വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. ആമിന താത്ത, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്താ നിങ്ങൾ മുഖത്തൊരു പ്രയാസം? അത് ചോദിക്കാൻ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. മുഹമ്മദ് ക, എന്താണ് നിങ്ങളെ പ്രശ്നം? നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ വേദന ഞങ്ങളോട് നിങ്ങൾ പറയുന്നില്ല. എന്താ നിങ്ങളെ വേദന? ആ കണ്ണുനീർ തുടക്കാൻ നമ്മൾ ഉണ്ടായിരുന്നു എപ്പോഴും. അന്നും ഇന്നും മുസ്ലിം ലീഗ് 1947 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1948 ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് രാജാജി ഹാളിൽ വെച്ച് ഈ പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുമ്പോൾ അന്ന് മുതൽ നമ്മൾ ആരംഭിച്ചതാണ് കണ്ണ് നിറയുന്നവൻ്റെ കണ്ണുനീർ തുടക്കുന്ന കൈലേസാകണം നമ്മൾ. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം, വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാളെ കണ്ണ് നിറയുക എന്ന് പറയുന്നത് അത് അവസാനത്തെ ഘട്ടമാണ്. ഉള്ളിലെ വേദനയാണ് യഥാർത്ഥത്തിൽ കണ്ണുനീരെന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വേദനയാണ് കണ്ണുനീരായി പുറത്തു വരുന്നത്. 3 ബൈത്തുറഹ്മ നമ്മൾ സമർപ്പിച്ചതിലൂടെ ആ വേദനകൾക്ക് നമ്മൾ പരിഹാരം കണ്ടു. സത്യത്തിൽ ഒരു ആംബുലൻസ്, നമ്മളിൽ പലരും തന്നെ നമ്മളെ വീട്ടിൽ രോഗികളായി നമ്മളെ പ്രിയപ്പെട്ടവർ, ഉപ്പയും ഉമ്മയും, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ, നമ്മൾ ഉറ്റവർ എന്തെങ്കിലും പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ആംബുലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അത് വൈകിയതിൻ്റെ പേരിൽ, അത് എത്താത്തതിൻ്റെ പേരിൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയൊരു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നവർ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരം നമ്മൾ കാണുകയാണ്. മാഷാ അല്ലാഹ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ നമ്മുടെ നമസ്കാരത്തെക്കാളും, നമ്മളെ ഹജ്ജിനേക്കാളും, സക്കാത്തിനേക്കാളും, നമ്മൾ മറ്റാരാധനാ കർമ്മങ്ങളെക്കാളും, അത് ഞാൻ കുറച്ച് കാണുകയല്ല, അതും നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളൊരു കാരുണ്യ പ്രവർത്തനം ചെയ്ത് ഒരാളുടെ വേദന മാറ്റുമ്പോഴാണ്. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം, തപ്ത മനക്കനൽ തീയിൽ കനീവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേകാം, നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം, വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. പെണ്ണുങ്ങളെ, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ട് എത്ര കാലമായി? അല്ലെങ്കിൽ നിങ്ങൾ പാരമ്പര്യമായി ഈ പ്രസ്ഥാനത്തിൽ ചേർന്നതല്ലേ? ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ എന്ത് ചെയ്തു? ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുപകാരമാണ് ഈ പ്രസ്ഥാനം കൊണ്ടുണ്ടായത് എന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഉത്തരമുട്ടി നിൽക്കരുത്. അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ എന്താണെന്നറിയോ, ഈ 75 വർഷക്കാലം, അതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം, യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനം, KMCC എന്ന പ്രസ്ഥാനം ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചോ, എത്രയോ ആൾക്കാർ പണമില്ലാതെ, രോഗത്തിന് ചികിത്സയില്ലാതെ മരിച്ചുപോയേനെ. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വീടില്ലാതെ പ്രയാസം അനുഭവിച്ചേനെ. ഒരുപാട് പ്രിയപ്പെട്ടവർ മരുന്നില്ലാതെ, ഗുളികയില്ലാതെ, തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഡയാലിസിസിന് വകയില്ലാതെ
ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയേനെ. പക്ഷേ അതിനൊക്കെ ഈ 75 വർഷം പരിഹാരമായി നിന്നത് നാടിൻ്റെ ഓരോ നാടിമിടിപ്പും തൊട്ടറിഞ്ഞുകൊണ്ട് പുറമ്പോക്കിലപരനെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. കരിന്തിരി കത്തിക്കെടുന്ന ദീപങ്ങളിൽ കനിവിൻ തിരി വെട്ടമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട്. അങ്ങനെ കുറേ സംസാരിച്ച് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് സംസാരിച്ച് ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മാറി, അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ആ കണ്ണുനീരൊന്ന് മാറി, അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകതയല്ല, അദ്ദേഹത്തോട് ഒന്നിരുന്ന് സംസാരിക്കാൻ ആർക്കും നേരമില്ല. മക്കൾക്ക് നേരമില്ല, ഭാര്യയ്ക്ക് തീരെ നേരമില്ല, കുടുംബക്കാർക്ക് നേരമില്ല. അവിടെ നേരമുള്ളത് പാലിയേറ്റീവിൻ്റെ, നമ്മളെപ്പോലുള്ള മുസ്ലിം ലീഗിൻ്റെ, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു പോകാൻ നേരത്ത്, വാസ്ക നിങ്ങൾ പോലെ കുറച്ചുകൂടി ഇവിടെ ഇരിക്കി. എൻ്റെ കൈയോടെ പിടിച്ചു വെച്ചു. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മദീന മനസ്സിൽ മധുരിതരാഗം മദീന മദീന മഹബൂബിൻ തിരുഗേഹം മദീന മദീന ഇഷ്കിൻ നില പെയ്തിറങ്ങും പുണ്യമദീന ഇറയോനെ ആശയെല്ലാം ധന്യമദീന മദീന 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 മദീന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ സഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹാബികളോട് ചോദിച്ചു, പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട സ്വഹാബികളെ, സ്വർഗത്തിൽ ഏറ്റവും നല്ല മുന്തിയ പദവി നിങ്ങൾക്ക് വേണോ? അവരൊക്കെയും ആഗ്രഹിത്ത അതാണല്ലോ, അവരൊക്കെയും സ്വപ്നം കാണുന്നത് ആ സ്വർഗത്തിലെ പദവിക്കാണല്ലോ. സഹാബികൾ പറഞ്ഞു, വേണം പ്രവാചകരെ. അത് ആർക്കാണ് ലഭിക്കുക? എന്താണതിന് ഞങ്ങൾ ചെയ്യേണ്ടത്? ലിമൻ യാ റസൂലല്ലാ, ആർക്കാണത് കിട്ടുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമരതോൽക്കുന്ന മുഖത്തിന്, ആ മുഖത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഓരോ പുഞ്ചിരിയും ഓരോ വാക്കുകളും മനോഹരമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗത്തിലെ പദവി കിട്ടാൻ നിങ്ങൾ ഇത്രയൊന്നും കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. തൊയ്യിബിൽ കലാം, നല്ലൊരു വാക്ക്. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു രോഗിയുടെ അടുത്ത് പോയാൽ നമ്മൾ എങ്ങനെയാണ് ആ രോഗിയോട് പെരുമാറുന്നത്? ഇസ്ലാമിൽ അതിന് സുന്നത്തുകളുണ്ട്. ലോകത്ത് നമുക്ക് എന്തൊക്കെ വേണോ, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാം ഇസ്ലാമിൻ്റെ ഓരോന്നും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സലാം ചൊല്ലി അവിടെ കയറി ആശ്വസിപ്പിച്ച് ആ രോഗിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? നോക്ക്, നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, നിങ്ങളിങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. ഇതുപോലെ രോഗം ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ രോഗം വന്നിട്ട് ഒരുപാട് പേര് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ട. ഒന്ന് കൈപിടിച്ച്, ഒന്ന് കൈൻ്റെ കെട്ടൊക്കെ പൊട്ടിച്ച്, ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്ത്, നല്ലൊരു വാക്ക് പറഞ്ഞ്, അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഒരു സഹായം കൊടുത്ത്, അദ്ദേഹത്തോട് കുറേ നേരം സംസാരിച്ച് നമ്മൾ വരുമ്പോൾ നമ്മൾക്കതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് ഒരിക്കലും മനസ്സിലാവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ ഇടപെട്ടു. അള്ളാഹുവിനോട് വിളിച്ചു പറയും, നിന്റെ ദാസൻ, നിന്റെ ഒരു അടിമ, നിന്റെ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് തക്കതായ പ്രതിഫലം കൊടുത്തേക്കെന്ന് അള്ളാഹു പറയും. നോക്ക് നിങ്ങൾ, നമുക്കതാ വേണ്ടിയത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ലൊരു വാക്ക് പറയുന്ന, ഇസ്ലാമികപരമേ അങ്ങനെയാണ്, നല്ലൊരു പുഞ്ചിരി സദഖയാണ്. പുഞ്ചിരി. എന്നാൽ ചിലർ രോഗിയുടെ അടുത്ത് പോയി എന്നാ പറയാ, ഇതുപോലെ തന്നെ രോഗം നമ്മൾ ബഷീർ കാക്കും വന്നിക്ക് അദ്ദേഹം മരിച്ചു, എങ്ങനെയാ അല്ലേ? നമ്മളെങ്ങനെയാ പറയാ?
ഇതേ രോഗമായിരുന്നു. അപ്പോൾ വീട്ടിലെ ആൾക്കാർ പറയും ഇങ്ങനെയൊന്നല്ല, ഇതേ രോഗം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം മരിച്ചു പോയത്. നിങ്ങൾക്ക് പിന്നെ ചെറിയ തളച്ചയില്ലേ, ചെറിയ ക്ഷീണയില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ഛർദി ഉണ്ടോ? ആ ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതാ രോഗത്തിൻ്റെ ലക്ഷണം. ആ രോഗി ബേജാറായ ആകെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി രോഗീൻ്റെ അടുത്ത് പോയി. ആ രോഗീൻ്റെ അടുത്ത് പോയി. രോഗി ഒരു മാസ്ക് കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ്റെ കുറവ് കാരണം ശ്വാസം കിട്ടുന്നില്ല. അദ്ദേഹം ഓക്സിജൻ മാസ്ക് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കയറി സലാഞ്ചൽ, ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ കയറി അകത്ത് വന്ന് ഞാൻ ചോദിച്ചു, മോളെ എന്നാ പറ്റും ഉപ്പാക്ക്? എന്നോട് പറഞ്ഞു, ഉപ്പാക്കൊന്നുമില്ല, ഒരാഴ്ചയും കൂടി ഒപ്പം നിൽക്കുന്ന ഡോക്ടർ പറഞ്ഞത്. ഈ ഉപ്പാക്കാണെങ്കിലും മരണപ്പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മോള് പറയുകയാണ്, ഇനി ഉപ്പ ഒരാഴ്ചയും കൂടി നിൽക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, എന്തെന്നാ മോള് പറഞ്ഞത്? മരണത്തിൻ്റെ അല്ലെങ്കിൽ ആയുസ്സിൻ്റെ നീളം നമ്മുടെ കയ്യിലല്ലല്ലോ, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ചിലരൊക്കെ രോഗമായി ഒരുപാട് വർഷക്കാലം രോഗമായി മരിക്കാതെ കിടക്കുന്നവരുണ്ട്, രോഗത്തുനിന്ന് പിന്മാറിയവരുണ്ട്. എന്നാൽ ഒരു രോഗവും ഇല്ലാതെ ഇന്നലെ കണ്ട അല്ലെങ്കിൽ അടുത്ത നിമിഷം കണ്ട ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഒന്നും നമ്മുടെ കയ്യിലല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കും. പക്ഷെ നമ്മുടെ കയ്യിലില്ല അത്. ഞാൻ ആ മോളോട് മോളെന്നോട് പറഞ്ഞു, അതൊന്നുമല്ല, ഡോക്ടർ പറഞ്ഞിക്ക് കിഡ്നിയൊക്കെ തകരാറാണ്, ആകെ പ്രശ്നമാണ്, ഇവള് വിടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ പറയാൻ തന്നെ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ ഉപ്പ മരിച്ചിട്ട് 29 വർഷമായി. എൻ്റെ ഉപ്പ പള്ളിയിൽ കബറ് കുഴിക്കുന്ന അല്ലെങ്കിൽ മറമാടുന്ന കബറ് കുഴിക്കുന്ന ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഔള്ള കാക്ക നമ്മൾ പറയാ. ഔള്ള കാക്കാനോട് എൻ്റെ ഉപ്പ ചോദിച്ചിരുന്നു, ഔള്ള കാക്ക അടുത്ത റമളാൻ നിങ്ങൾ ഉണ്ടാവുമെന്ന്. ഈ എൻ്റെ ഉപ്പ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞാൽ ഔള്ള കാക്ക മരിക്കുന്നത്. ഞാൻ ആ മോളുടെ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നോട് ആ മോള് പറഞ്ഞല്ല, ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് മരിച്ചു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. രോഗി പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും ബുദ്ധിയുണ്ടല്ലോ, ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ, എല്ലാം കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗിയുടെ അടുത്തുനിന്ന് രോഗിക്ക് പ്രയാസമായി ഒന്നും പറയരുത്. കുറേ തമാശയൊക്കെ പറഞ്ഞ്, കുറേ സംഭവമൊക്കെ പറഞ്ഞ്, കഥയൊക്കെ പറഞ്ഞ് ആ രോഗിയുടെ ആ സിറ്റുവേഷൻ തന്നെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ ആ രോഗിക്ക് ഒരുപാട് ഔഷധേക്കാത്താക്കാൾ ഗുണം ചെയ്യും. ഞങ്ങളൊക്കെ പോയി പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ച് ഇപ്പം പ്രയാസപ്പെട്ടുകൊണ്ട് ആ രോഗി എന്നോട് പറഞ്ഞൊരു കാര്യം, നവാസ്ക, എനിക്കൊന്നും വേണ്ട, എൻ്റെ കൈ പിടിച്ച് ആ ജനലിൻ്റെ അടുത്ത് എന്നെ ഒന്ന് നിങ്ങൾ ഇരിപ്പിക്കൂ. എനിക്ക് ആ ജനലിൻ്റെ പുറത്തുകൂടി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം. ഈ പുറത്തുകൂടി പോകുന്ന കുട്ടികളെ എല്ലാവരെയും നിനക്കൊന്ന് കാണണം. എത്രയോ വർഷമായി ഞാനൊന്ന് പുറത്തു പോവാത്തത്. നമസ്കാർ, എൻ്റെ മറ്റൊരാഗ്രഹമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ആഗ്രഹം? ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായി ഒന്ന് കുടിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഡയാലിസിസ് പേഷ്യൻ്റ് ആയതുകൊണ്ട്, കിഡ്നി രോഗമുള്ളത് കൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ബാത്റൂമിലെ കഴുകാൻ വെച്ച വെള്ളം എടുത്ത് കുടിച്ചു പോയിട്ടുണ്ട്. മക്കളെയും ഡോക്ടറെയും ഒക്കെ അവരൊന്നും കാണാതെ ബാത്റൂമിലെ വെള്ളം എടുത്ത് കുടിച്ചു പോയിട്ടുണ്ട് എന്നോട്. പ്രിയപ്പെട്ടവരെ, രോഗി എന്ന് പറയുന്നത് അല്ലാഹു സഹീഹായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രോഗിയായി അല്ലാഹു നാളെ വരും. ഞാനൊരു രോഗിയായിരുന്നു, എന്നെ നിങ്ങൾ സന്ദർശിച്ചില്ല. ഞാനൊരു പ്രയാസമുള്ളവനായിരുന്നു, എന്നെ സന്ദർശിച്ചില്ല. എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അല്ലാഹുവേ, നീ രോഗിയോ? നീ പ്രയാസപ്പെടുന്നവനോ? അതേ, ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ അടിമയായിരുന്നു. അതുകൊണ്ട് എവിടെ പ്രയാസമുള്ള ആളുണ്ടെങ്കിലും ഒന്ന് സന്ദർശിക്കണം നമ്മൾ. അത് നമ്മളൊരു മാസത്തിൽ എവിടെയൊക്കെ നമ്മളെ നാട്ടിൽ പ്രയാസമനുഭവിച്ച് കടത്തത്തിലായ ആൾക്കാരുണ്ടോ, കുടുംബത്തിലുണ്ടോ, അവരെ ഒന്ന് സന്ദർശിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊടുത്ത്, ഇനി ഒന്നിനും കഴിയില്ലെങ്കിലും അവിടെ ഒന്ന് പോയി ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞ്, നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത്, മുടിയൊക്കെ ഒന്ന് ചീകിക്കൊടുത്ത്, നല്ല ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത്, നല്ലൊന്ന് കുളിപ്പിച്ച് ആ ഒരു രോഗിയെ, ആ പ്രയാസപ്പെടുന്ന ആളടുത്ത് നമ്മൾ ഇരിക്കുമ്പോണ്ടല്ലോ, നമ്മളെ കുടുംബത്തിലെ നമ്മളെ വ്യക്തിപരമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു തട്ടി മാറ്റും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താണെന്നറിയോ, ഓരോ ദിവസങ്ങളും രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ 75 വർഷക്കാലം ഈ നാട്ടിൽ എന്ത് ചെയ്തു എന്നതിൻ്റെ ഉത്തരം നമുക്ക് പറയാനുള്ളത്, നമ്മൾ ബൈത്തുറഹമയെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ശിഹാബ് തങ്ങൾ നേരത്തെ ഈ അധ്യക്ഷ ഭാഷണത്തിൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, ശിഹാബ് തങ്ങളെക്കുറിച്ച് ഞാൻ ഈ വിനീതം പാട്ടുപാടി ലോകമൊക്കെ ആ പാട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ. ശിഹാബ് തങ്ങൾ ആരായിരുന്നു?
സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ആരായിരുന്നു? പുഞ്ചിരിയിൽ പൂവിടർത്തിയ സ്നേഹപ്രഭാവം. നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി അദ്ദേഹത്തിൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ നോട്ടവും അദ്ദേഹത്തിൻ്റെ മൗനവും അദ്ദേഹത്തിൻ്റെ ഓരോ തലോടലുകളും ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, എൻ്റെ നേതാവാണ് ശിഹാബ് തങ്ങൾ, അല്ലേ? എൻ്റെ നേതാവാണ് ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളൊക്കെ ജീവിച്ചത്, നമ്മൾ പലരും പറയാറുണ്ട് ശിഹാബ് തങ്ങളുടെ ഭാര്യയോട് നമ്മൾ എപ്പോഴും മാപ്പ് പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബകാര്യത്തിൽ പോലും ബന്ധപ്പെടാൻ കഴിയാതെ മുഴുവൻ സമയവും പ്രസ്ഥാനത്തിനു വേണ്ടി, മുഴുവൻ സമയവും നമ്മളെ നാടിനു വേണ്ടി പ്രവർത്തിച്ച ഒരാൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലെ, വിധിച്ചൂലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. പ്രിയപ്പെട്ടവരെ, ശിഹാബ് തങ്ങളുടെ ആ വീട്ടിലെ കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട്ടെ പൂക്കോയ തങ്ങളുടെ വീട്ടിലെ ആ മേശയ്ക്ക് ചുറ്റും ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അതിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, നിറമില്ല, മണമില്ല, എല്ലാവർക്കും സ്വാഗതമാണതിൽ. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹൻ നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. രോഗത്തിനും ദാരിദ്ര്യത്തിനും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എന്ത് ജാതി എന്ത് മതം പൊട്ടുതൊട്ടവർ ആ മേശയ്ക്ക് ചുറ്റുമുണ്ട്. കുരിശു ചുമന്നവരുണ്ട്, തട്ടമിട്ടവരുണ്ട്, അവരെയൊന്നും മുൻഗണനാ പരിഗണനയില്ല. ആരാണോ പ്രയാസപ്പെടുന്നത് കൂടുതൽ അവരെ പരിഗണിക്കുന്ന ഒരു കാര്യം. തങ്ങള് കാസർഗോഡ് ജില്ലയിൽ നിന്ന് രാത്രി 12:30 മണിക്ക് വീട്ടിലേക്ക് കയറി വരികയാണ്. ഒന്ന് വിശ്രമിക്കാൻ. ഇടതടവില്ലാത്ത പരിപാടികളായതുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നേതാക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുമായി വന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ രാത്രി 12:30 മണിക്ക്. പക്ഷെ തങ്ങളുടെ ശ്രദ്ധ പോയത് ആ മൂലയിൽ ആരോരും കാണാതെ കണ്ണുള്ളിലേക്ക് തള്ളി കറത്തൊട്ടിയ കുറേ പേരിയ്ക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തെങ്ങൾ വന്നത്? തങ്ങളെ ഞങ്ങളെല്ലാം കടലെടുത്ത് കൊണ്ടുപോയി, തങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ഒന്ന് വീട്ടിൽ കയറാതെ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ തങ്ങള് അതേ വഴി തന്നെ അവരെ കൂടെ പോയി കടപ്പുറത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൊടപ്പനക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ, ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലെ, വിധിച്ചൂലകിൽ തങ്ങൾക്കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം, സഹിച്ചിടുന്നു അവരെ വിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം. നിനച്ചിടാതെ പിരിഞ്ഞു തങ്ങൾ സഹനക്കടലിൽ നീന്തും ഞങ്ങൾ, വിധിക്കു പിന്നിൽ റബ്ബിൻ കൽപ്പന തടുക്കുവാൻ പഴുതില്ല മണ്ണിൽ. മരണം മർത്യന് ജനനം പോലെ വിധിച്ചു ഫർലായി ഖാലിക്കായോ, മറക്കുകില്ല നാളെ ഖിയാമത്തോളം മർത്യർ തങ്ങളവരെ. ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം, ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി, ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. അവരെ കൂടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു തങ്ങളെ നമ്മൾ കാണുന്നു, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ലോകത്ത് വിട പറഞ്ഞു പോയപ്പോൾ, വഫാത്തായി പോയപ്പോൾ തങ്ങളുടെ പേരിൽ എന്തു വേണം എന്ന ചിന്തയായി. അങ്ങനെ ആ ചിന്തക്കൊടുവിൽ സാദിഖലി തങ്ങളും പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഹൈദരലി തങ്ങളും ഒരു തീരുമാനമെടുത്തു. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചതാണ് അവർ. അതുകൊണ്ട് അവരുടെ പേരിൽ
ഒരുപാട് കാലം, നാളെ ഖിയാമത്ത് നാളോളം ആ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി അവർക്ക് തലചായ്ക്കാൻ ഒരിടം വേണം. ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. 100 150 വീടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 10,000-ൽ കവിഞ്ഞു. ആ വീടുകൾ കേരളത്തിനകത്തും പുറത്തും അതിൻ്റെ വ്യാപനം നടന്നു. ആ വീട് നമ്മൾ കൊടുത്തത് മുസ്ലിം ലീഗിനെ കരിവാരിത്തേക്കുന്നവരോട്, മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിക്കുന്നവരോട്, മുസ്ലിം ലീഗിനെ ചളിവാരി എറിയുന്നവരോട് നമുക്ക് സ്നേഹസ്വരത്തിൽ, വെറുപ്പിടിച്ചിട്ടല്ല, അടിച്ചിട്ടല്ല, കുത്തിയിട്ടല്ല, അവരോട് നമുക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ ആദ്യം കൊടുത്ത വീട് ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് മുഴുവൻ വീടുള്ളത് കൊണ്ടല്ല, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം വീടുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വന്തമായി നല്ലൊരു വീടുള്ളത് കൊണ്ടല്ല, അർഹതപ്പെട്ട മണ്ഡകപ്പറമ്പിൽ മാധവേട്ടൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് നമ്മൾ ആദ്യത്തെ വീട് സമ്മാനിക്കുന്നത്. നോക്ക് നിങ്ങൾ, മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം ലീഗ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പറയേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ 1-ാം തീയതി മുതൽ ഇന്നേ വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചത്. മണ്ഡകപ്പറമ്പിൽ മാധവേട്ടൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ആൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഒന്നിച്ച് തെരുവിൽ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊരു വീട് കിട്ടിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട്, കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു, ശിഹാബ് തങ്ങൾ എവിടെ? എൻ്റെ പുരയുടെ ഉദ്ഘാടന ചടങ്ങിൽ, പ്രവേശന ചടങ്ങിൽ അദ്ദേഹം വന്നില്ലേ? അപ്പോൾ സാദിഖലി ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം വിട പറഞ്ഞു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലാണിത് കൊടുക്കുന്നത്. മണ്ഡകപ്പറമ്പിൽ മാധവേട്ടൻ എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസിക്ക് അദ്ദേഹത്തിൻ്റെ മതാചാരപ്രകാരം ആ വീട്ടിലേക്ക് കടക്കാൻ അനുവാദം കൊടുത്തു. കലാപങ്ങൾക്കിടയിലും കനിവിൻ കൈത്തിരിയായി കരുത്തുറ്റാ തിരുഹസ്തം കടന്നു വന്നു. കലുഷക്കിന കാണും മനസ്സിൽ സാന്ത്വനം ചോരിഞ്ഞു. അനുതാപ മനസാലെ അഭലരിൽ തുണയേകി അഗതികൾ കവർത്താങ്ങും തണലുമായി നമ്മെ അനാഥരാക്കിയ ജ്യോതി പൊലിഞ്ഞ് പോയി. തങ്ങളൊരു സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം. തങ്ങളെ വീട്ടിൽ അലവിയാക്കാന്ന് പറയുന്നൊരു ചായ കൊടുക്കുന്ന ആളുണ്ട്. ഇപ്പം തങ്ങളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ തങ്ങൾ പറയും, അലവിയെ എല്ലാവർക്കും ചായ കൊടുക്ക് എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അലവിയാക്കാക്ക് വെറുപ്പൊടിച്ച് അപ്പം തങ്ങളോട് പറഞ്ഞ് തങ്ങളെ പണി ചെയ്യുക, അലവിൻ്റെ പണി ചെയ്യൂ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അലവിയെന്ന്. നിങ്ങൾ നോക്ക്, വീട്ടിലെ ഒരു വേലക്കാരനോട് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ കയർത്ത് സംസാരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അഹ്സനുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകന്മാരെയും പഠിച്ചാൽ, ഇപ്പൊ ശിഹാബ് തങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഈ രാജ്യത്തിന് വേണ്ടി, ഇവിടുത്തെ നിവാസികൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ മാറാട് എന്ന് പറയുന്ന പ്രദേശം കത്തിയെരിഞ്ഞപ്പോൾ, വർഗീയ സംഘർഷങ്ങൾ നാട്ടിൽ പലവരും ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നിസ്സാരമായി പരിഹരിക്കപ്പെട്ടത്. ശിഹാബ് തങ്ങളുടെ വാക്ക് അങ്ങ് ഇന്നില്ലായിരുന്നുവെങ്കിൽ ഈ നാട്, ഈ രാജ്യം കത്തിയെരിഞ്ഞു പോയേനെ. പക്ഷെ അദ്ദേഹം ഇടപെട്ടു. ഇപ്പോഴും നമ്മുടെ ഇടയിലേക്ക് ശിഹാബ് തങ്ങൾ കടന്നു വരുന്നെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. തൊപ്പിയിട്ട് തൂവള്ള വസ്ത്രധാരിയായി ഒന്ന് ചിരിക്കുന്ന നല്ലൊരു കണ്ണടൊക്കെ വെച്ചിട്ടൊരാൾ അല്ലേ. അനുതാപ മനസാലെ അഭലരിൽ തുണയേകി അഗതികൾ കവർത്താങ്ങും തണലുമായി നമ്മെ അനാഥരാക്കിയ ജ്യോതി പൊലിഞ്ഞ് പോയി. ചിരിക്കുന്ന മുഖവുമായി ജ്വലിക്കുന്ന മിഴിയുമായി ചലിക്കുന്ന പ്രിയ തങ്ങൾ ഓർമ്മയിൽ വന്ന് ഓരോ രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു.
എല്ലാവരും നല്ലൊരു ഒരു കൈമുട്ട് മുട്ടും, എല്ലാവരും ഒരു ക്ലാപ്പ് വരും, എല്ലാവരും ചേർന്നുകൊണ്ട്. ഒന്നുകൂടി, ചില പെണ്ണുങ്ങളെല്ലാം മസിൽ പിടിച്ചിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ അതാ ചുവന്ന സ്കാഫിട്ട പെണ്ണുങ്ങളും അടിക്കുന്നില്ല, ആ മഞ്ഞ സ്കാഫിട്ട പെണ്ണുങ്ങളും അടിച്ചിട്ടില്ല. റെഡി, എല്ലാവരും ചേർന്നുകൊണ്ട്. ഞാനിപ്പോൾ അടുത്ത് വയനാട്ടിലൊരു പരിപാടിക്ക് പോയപ്പോൾ ചോറൊക്കെ വേയിച്ച് നല്ല നെയ്ച്ചോറും നല്ല ഇറച്ചിയൊക്കെ തിന്ന് പെണ്ണുങ്ങളൊക്കെ നല്ല ഉറക്കില്ല, ചിലരൊക്കെ കൂർക്കം വലിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞ് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. ഒരു പെണ്ണുങ്ങൾ എണീറ്റ് നിന്നൊരു ഒറ്റ കൂക്കി, എന്തോ സംഭവിച്ചു. അങ്ങനെ അവർക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലൊരാൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ പറ്റിയ മുഹമ്മദ് ഖാ? നിങ്ങൾ ചോറ് വേവിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? ഈ വീട്ടുകാരനായിട്ട് എന്തെങ്കിലും അലോഗ്യമുണ്ടോ? കാരണം നിങ്ങൾ ആകെ ഒരു പ്രശ്നത്തിലാണല്ലോ. എന്നോട് പറഞ്ഞ്, പാലേരി എനിക്ക് ചോറും വേണ്ട ചായയും വേണ്ട, ആ ചെറിയോൻ്റെ പാൻറ്റൊന്ന് കയറ്റി കൊടുക്കുന്നു. ഇപ്പോഴത്തെ മോഡലൊരു പാൻറ് ഉണ്ടല്ലോ, ഈ പാൻറ് കഴിഞ്ഞൊന്നല്ല പേടിയാ മുഹമ്മദ് കാക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് അഴിഞ്ഞൊന്നും പോലെ, അത് ആ രണ്ട് എല്ലുമ്പൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ്. ബസ്സിൻ്റെ കമ്പിയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മളേക്ക് ഇപ്പം കഴിഞ്ഞൊന്നും പോലെ, ബേജാറാവൊന്നും വേണ്ട. ഈ ആണുങ്ങളെ പറ്റി പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അവർക്ക് വലിയ ചിരിയാണ്. കാരണം നമ്മളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണത്. ഇനി ആ പെണ്ണുങ്ങളെ കാര്യം, പെണ്ണുങ്ങളെ ചുരിദാറിൻ്റെ കീറി നാരായണ ജയ ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ? ഏകദേശം ഇവിടെ എത്തി. ഇനി ഒരു കീറും കൂടി കീറിയാൽ ഞാൻ പറയുന്നില്ല, നാരായണ ജയ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെ നടത്തു, നമ്മുടെ ഇരുത്തു, നമ്മുടെ ഡ്രസ്സിങ്ങും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകന്മാരും വിശ്വസിക്കേണ്ടത്, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒന്നാണ്, ആദ്യം മുസ്ലിം ആവുക, പിന്നീട് മുസ്ലിം ലീഗ് ആവുക. അങ്ങനെയാണ്. നമുക്കിപ്പോൾ ശിഹാബ് തങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയും ഒരു 2-3 ദിവസം നമുക്ക് പറയാൻ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. മുത്ത് റസൂലിൻ്റെ അഹ്ലിൽ പിറന്നോരേ, മുന്തിയ സ്നേഹത്തിൻ കൊട്ടാരം പണിതോരേ, മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളായി മനതാരിൽ തങ്ങളെ ചിന്തകളായി, ശിഹാബ് തങ്ങളെന്ന സ്നേഹസാഗരമേ ലോകം സ്മരിച്ചിടുന്ന വിനയപൂവനമേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നത് റഷീഖ് എന്നോട് പറഞ്ഞത്, നവാസ്ക പ്രസംഗം രാവിലെ കേട്ടിങ്ങനെ മടുത്തത്, അതുകൊണ്ട് നിങ്ങൾ പാട്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങടുന്നത് പോലെ ഇടയ്ക്കല്ല ഓരോ പാട്ട് പാടുന്ന റഷീഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിങ്ങനെ പാട്ട് പാടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ നേതാക്കന്മാരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അല്ലേ? നമ്മൾ CH കുറിച്ച് ഒന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾ ഇടയ്ക്കെല്ലാം നമ്മളെ മക്കളോട് പറയണം, മോനെ ഇത് ഇസ്മായിൽ സാഹിബാണ്, ഇത് CH ആണ്, ഇത് ബാഫക്കി തങ്ങളാണ്, ഇത് ബനാത്ത് വാലയാണ്, ഇത് ശിഹാബ് തങ്ങളാണ്, ഇത് സേട്ടു സാഹിബാണ്, ഇത് ഹൈദർ അലി തങ്ങളാണ്. ഇതൊക്കെ നമ്മളെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. മോനെ, നീ പുസ്തകം എടുത്ത് പോകുമ്പോൾ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഇതിൻ്റെയൊക്കെ പിന്നിലൊരാളുണ്ട്, മഹാനായ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് നമ്മൾ മക്കളോട് പറയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ തലപ്പത്ത്, അതിൻ്റെ പണികഴിപ്പിക്കലിൽ, അതിൻ്റെ കല്ലുവക്കലിൽ, അതിൻ്റെ ഓരോന്നിലും നമ്മളെ നേതാക്കന്മാരുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഫറൂഖ് കോളേജ്, എന്തിനധികം കൊച്ചിയിലെ കുസാറ്റ് എന്ന് പറയുന്ന വലിയ സ്ഥാപനം. ഒരിക്കൽ അമേരിക്കയിൽ CHും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും അമേരിക്ക സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ വലിയൊരു സ്ഥാപനം കണ്ടു. ആ സ്ഥാപനം അവിടെ നിന്ന് കടമെടുത്ത് അതിൻ്റെ സ്ട്രക്ചറുകൾ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലെ കുസാറ്റ്, എറണാകുളത്തെ ആ കുസാറ്റ് എന്ന് പറയുന്ന സ്ഥാപനം മുസ്ലിം ലീഗിൻ്റെ സംഭാവനയാണ്. പക്ഷേ ഇന്ന് CHൻ്റെ പേരോ ഓർമ്മകളോ അവിടെ ഇല്ല. ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന്, ഒരു പൂ ചോദിച്ച നമ്മൾ CH പലപ്പോഴും ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, വണ്ടി ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ, മന്ത്രിമാരുടെ കൊടിവെച്ച വണ്ടി ഇങ്ങനെ പോകുമ്പോൾ CH ഇങ്ങനെ ആലോചിച്ചു പോകും, സ്വപ്നം കാണും, പഠിച്ചോനെ ഏത് കാലത്താണ് മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടാവുക. പക്ഷെ അള്ളാഹു ആ ഓർമ്മ, ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഏതൊക്കെ നിലയിൽ നമുക്ക് എത്താൻ പറ്റുമോ എല്ലാ നിലയിലും, വിദ്യാഭ്യാസ മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും എല്ലാ നിലക്കും നമുക്ക് മുന്നേറാൻ CHൻ്റെ ആ വലിയ ചിന്ത, ആ സ്വപ്നം ഫലം ചെയ്തു.
ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങളൊരുക്കിത്തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്. അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. മാഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് സാധാരണ ഒരു പ്രസ്ഥാനമല്ല. ഞാൻ മുസ്ലിം ലീഗ് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗിനെ കുറിച്ച്. രാവിലെ ഷാഫി ചാലിം എന്ന് പറയുന്ന പ്രഗത്ഭനായ മുസ്ലിം ലീഗിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നന്നായി അറിയുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഫാത്തിമ തെഹ്ലി അഡ്വക്കേറ്റ് നമുക്കെല്ലാം പറഞ്ഞതിനുണ്ടാവും. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കാണുന്ന സാധാരണ പ്രസ്ഥാനമല്ല. കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അതൊക്കെയും ഉദിച്ച അന്ന് അസ്തമിച്ചു പോയതുണ്ട്, ഉദിച്ച് കുറെ കാലം കഴിഞ്ഞ് അസ്തമിച്ചു പോയതുണ്ട്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നും അതിൻ്റെ ഉച്ചിയിൽ, അതിൻ്റെ നിറശോഭയിൽ ഒരു ആളും എതിർക്കാതെ, ഒരാളും അതിനെ നിരോധിക്കാൻ കഴിയാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇന്നും നിലനിൽക്കാൻ കാരണം അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനമായതുകൊണ്ടാണ്. ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി. കണ്ടോ CHന്റെ പ്രത്യേകത പറയുന്നിടത്ത്, ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി, ഹക്കിലും ബാത്തിലും സൂക്ഷ്മത കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി, ജനസേവനമൊരിബാദത്താക്കി ജന്മം ഭൂമിയിൽ ഫലവത്താക്കി, ജന്മം ഭൂമിയിൽ ഫലവത്താക്കി. ഇപ്പൊ വന്ന കുറച്ച് പെൺകുട്ടികൾ, മോളെ മക്കളെ, നിങ്ങൾ കേൾക്കേണ്ടത്, CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയിലൂടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. അന്നിട്ട പേരാണ് മാപ്പിള സ്കൂള്. അന്ന് നമുക്ക് അനുവദിച്ച ഒരുപാട് സ്കൂളുകൾ കൊണ്ടാണ് ഇന്നും നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഡോക്ടറും എഞ്ചിനീയറും കലക്ടറും എന്നുവേണ്ട എല്ലാ തലങ്ങളിലും ഉയർന്നു നിൽക്കാൻ നമുക്ക് വഴിയൊരുക്കി തന്ന ഒരു മഹാമനീഷിയാണ് CH മുഹമ്മദ് കോയ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാ. ഹക്കും ബാത്തിലും സൂക്ഷ്മത കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി, ജനസേവനമൊരിബാദത്താക്കി ജന്മം ഭൂമിയിൽ ഫലവത്താക്കി, ജന്മം ഭൂമിയിൽ ഫലവത്താക്കി. ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങളൊരുക്കിത്തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട്. അതാണ് നമ്മുടെ CH, അതാണ് നമ്മുടെ CH. ആ CHനെ നമ്മൾ ഓർമ്മിക്കണം. ആ CHന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. ശിഹാബ് തങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മുടെ നേതാക്കന്മാരെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം. നോക്ക് നിങ്ങൾ, കേരളത്തിൽ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ അസ്വാരസ്യങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിലൊന്നും നമ്മൾ ചേരാൻ പാടില്ല. എപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടേഷനാണ്, അതാണ് നമ്മളെ അടിത്തറ. അതൊന്ന് ഇളകിയാൽ അതിനെ ഇളക്കാൻ വേണ്ടി പലരും ശ്രമിക്കും, പക്ഷേ അതിനെ നമ്മൾ ഇളക്കാൻ അനുവദിക്കരുത്. എന്താണെന്നറിയോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ വലിയ സമ്മേളനം കോഴിക്കോട് വെച്ചു. കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സമ്മേളനം. അന്ന് സമ്മേളനത്തിൽ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ 3 കുട്ടികൾ ആക്സിഡൻ്റായി മരിച്ചുപോയി. അന്ന് ആ സദസ്സിൽ വെച്ച് കരഞ്ഞുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ബാഫക്കി തങ്ങൾ, അല്ലാഹുവേ, ഈ പ്രസ്ഥാനം ഇനി നിലനിൽക്കേണ്ട എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ അത് വേണ്ട. ഇനി അത് നിലനിർത്തണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം, നിന്റെ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ. പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും CHും ശിഹാബ് തങ്ങളും ഈ അഹമ്മദ് സാഹിബും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് ഇന്ന് കാണുന്ന ഈ വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോഴത്തെ ഭരണം, നമ്മൾ ഭരണത്തെ കുറ്റം പറയുകയല്ല, ഈ ഭരണത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ET മുഹമ്മദ് ബഷീർ സാഹിബ് ഈ രാജ്യം ഭരിച്ചപ്പോൾ, ഈ നാട് ഭരിച്ചപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. CHന്റെ കാലത്ത് CH ചെലുത്തിയ, ഈ സമൂഹത്തിന് കൊടുത്ത സ്വാധീനം, ഭാഷക്ക്
ഭാഷക്കുയിര് കൊടുത്തു ആര്? CH. അറബി ഭാഷക്ക് മാത്രമല്ല, സംസ്കൃത ഭാഷ, മറ്റു ഭാഷകൾക്ക് കൂടി ഉയിര് കൊടുത്തൊരു നേതാവായിരുന്നു പ്രിയപ്പെട്ട CH. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവർ ജീവിച്ചത് അറിവിന് വേണ്ടിയാണ്, അവർ ജീവിച്ചത് സ്നേഹത്തിന് വേണ്ടിയാണ്, അവർ ജീവിച്ചത് ഈ നാട്ടിലെ നാനാത്വത്തിൽ ഏകത്വത്തിന് വേണ്ടിയാണ്. ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിലെ നാനാത്വത്തിൽ ഏകത്വം, എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ്, അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഉറ്റുനോക്കുന്നത് എല്ലാവരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തന വഴികളിലും കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസമകറ്റാൻ എന്നും എന്നും അന്നും ഇന്നും എന്നും മുസ്ലിം ലീഗ് മുന്നിലുണ്ട് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നാൾക്ക് നാൾ, മുസ്ലിം ലീഗിൻ്റെ ഓരോന്നിലും ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിനെ പഠിക്കാൻ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഘടന KMCC ഗൾഫ് രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും വലിയ സഹായങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗ് എപ്പോഴും സാധാരണക്കാരുടെ മനസ്സ് തൊടുന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വലിയ വലുപ്പത്തരമൊന്നുമില്ല. സാധാരണക്കാർ, എന്താ കുഞ്ഞമ്മനെ പറ്റിയേ, എന്താ ബാവയ്ക്ക് പറ്റിയേ, എന്താ ഇബ്രയെ പറ്റിയേ, എന്താ ഫാത്തിം തങ്ങൾക്ക് പറ്റിയത്, ആ ചോദ്യം ചോദിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവും മുമ്പിൽ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ മക്കൾ മുൻപന്തിയിലെത്തി ആ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ ഏത് നിലവരെ എത്തിക്കാനും മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾ നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട റഷീദ് സാഹിബ് അടക്കമുള്ള ആൾക്കാർ, ലത്തീഫ് സാഹിബ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് CH സെൻറ്റർ എന്ന് പറയുന്ന ആ സെൻറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നാട്ടിലൊരു പെണ്ണുങ്ങൾ മരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ആ കുടുംബക്കാരനെ വിളിച്ചു, നവാസ്ക ഒരു ആംബുലൻസ് വേണോ, പണമൊന്നും ഞങ്ങളെ കയ്യിലില്ല. ഉടനടി ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ടവരെ വിളിച്ചു, നവാസ്കകൾ എന്തായി പറയുന്നത്, 1, 2, 3 ആംബുലൻസ് ഇവിടെ റെഡിയാണ്. ഏകദേശം 2500 രൂപയാണ് ഞങ്ങൾ നാട്ടിലെത്തണമെങ്കിൽ ഫ്രീ ആയി ആ ആംബുലൻസ് കൊടുക്കുന്നൊരു രംഗം. അവർ വീട്ടിലെത്തി കരയുന്നത് ആംബുലൻസ് കൊടുത്തുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, ഈ ആംബുലൻസ് ഞങ്ങൾക്ക് പള്ളി വരെ ഒന്ന് പോകാൻ, ആ മയ്യത്ത് കുറച്ച് വീക്കായ മയ്യത്താണ്, അതുകൊണ്ട് പള്ളി വരെ ഒന്ന് പോകാൻ ആംബുലൻസ് വരുമോ? റെഡിയാണ്. പ്രിയപ്പെട്ടവരെ, അതിലൊരാളുടെ കണ്ണ് സന്തോഷാശ്രു പൊഴിച്ച് ആ കണ്ണൊന്ന് നിറഞ്ഞാലുണ്ടല്ലോ, ആ കണ്ണ് നീരൊഴുക്കിയുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന മതി നമുക്ക് സ്വർഗത്തിലെത്തണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കണം, വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും, എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം. വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂര പെരുപ്പം, കാരണം കണ്ണിന് വളരെ ചെറുപ്പം, പടുപടു കൂറ്റൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു ക്ലാപ്പോട് സമ്മാനിക്കും. എല്ലാവരും ചേർന്നൊരു കയ്യടി. മുദത്താൽ ചിറകിട്ടു. മക്കൾ സ്കാഫ് ഇടുമ്പോൾ, മക്കൾ വലിയൊരു പാവാടിടുമ്പോൾ, മക്കളൊന്ന് വലുതാവുമ്പോൾ ഉമ്മാൻ്റെ സ്വപ്നം എത്രയാണെന്നറിയോ നിങ്ങൾ? നല്ലൊരു പിയാപ്പിളക്ക് നാളെ കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഉമ്മ പിരിഞ്ഞു പോയാൽ നമ്മളെ വീട്ടിലെല്ലാം അനാഥയായി പോവും. അവിടുത്തെ പാത്രങ്ങൾ, ഉമ്മ നട്ട ചെടികൾ, ഉമ്മ നൂലിൽ കോർത്തത്, ഉമ്മ അടയാളപ്പെടുത്തിയത്, ഉമ്മ ഓതുന്ന ഖുർആൻ, ഉമ്മ കിടക്കുന്ന പായ, ഉമ്മ നമസ്കരിക്കുന്ന നിസ്കാരപ്പായ, ഉമ്മ അനുഭവിച്ച സന്തോഷങ്ങൾ അടങ്ങിയ ആ റൂം, ഉമ്മ ഉപയോഗിച്ച അളമാറയിലെ ആ പഴംതുണിയും ആ കാര്യങ്ങളും, ഉമ്മാൻ്റെ എല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മ വരില്ല, ഉമ്മയും പോയി പള്ളിക്കാട്ടിലെ 6 അടി മണ്ണറയിൽ, പകരത്തിനാരുണ്ടിവിടെ പത്തരമാറ്റൊലി തങ്കമതല്ലേ, പടികടന്ന പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറെവിടെ. അതുകൊണ്ട് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാനെ പൊന്നുപോലെ സ്നേഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മാനെ മരണം വരെ ചിലപ്പം കാഷ്ടവും മൂത്രവും കോരേണ്ടി വരും. നമ്മളെ കാഷ്ടത്തിലും മൂത്രത്തിലും ഉമ്മ കിടന്നിട്ടുണ്ട്, ഉപ്പ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുക.
ഉപ്പ കൊണ്ട മഴയും വെയിലുമാണ് നമ്മൾ ആസ്വദിക്കുന്ന തണൽ. ഉപ്പ അനുഭവിച്ച പ്രയാസത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ സന്തോഷമായി ആസ്വദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്ക്, ഉമ്മാനെപ്പോലെ ലോകത്താരുമില്ല, ഉപ്പാനെപ്പോലെ ലോകത്ത് മറ്റൊരാളുമില്ല. നമ്മളെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി ഹൃദയം തട്ടി സ്നേഹിക്കാൻ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അല്ലാതെ മറ്റാരാളുള്ള? പ്രിയപ്പെട്ടവരെ, ഞാനിപ്പം വിചാരിക്കുന്നതെന്നറിയോ, എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാൻ്റെ ഒരു നിഴലുണ്ടായാൽ മതിയെന്ന്. കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ, സന്തോഷം പങ്കുവെക്കാൻ, പാട്ട് പാടിക്കൊടുക്കാൻ ആ ഉപ്പ ഇല്ലല്ലോ എൻ്റെ കൂടെ. ഉമ്മാൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്ത ഉണ്ടാവും, ഇത്ര നേരത്തെ ഞാനൊരു വിധവയായി പോയല്ലോ എന്ന്. പക്ഷെ ഉമ്മാനോട് ആ സ്നേഹത്തിൻ്റെ വായ്പായ ഉമ്മയെ ഏറെ സ്നേഹിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആദ്യ രാത്രിയിൽ കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ആവശ്യപ്പെട്ടത്, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മാനെ സ്നേഹിക്കണം. ഇപ്പോഴും എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മാനെയും കെട്ടിപ്പിടിച്ച് കളിതമാശകൾ പറഞ്ഞ് ഉമ്മാൻ്റെ അടുത്തിരുന്ന് കഥകൾ പറഞ്ഞ് പാട്ടുകൾ പാടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഉമ്മാനങ്ങൾ എന്ത് വന്നാലും പ്രയാസപ്പെടുത്തരുത്. ഉമ്മാൻ്റെ ഇഷ്ടം എന്താണോ, ഉമ്മ നിങ്ങൾക്ക് നന്മയെ ആഗ്രഹിക്കൂ, ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് നന്മ മാത്രമേ ആഗ്രഹിക്കൂ. അതുകൊണ്ട് ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുക, പൊന്നുപോലെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മളെ വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടാം ഇൻഷാ അല്ലാഹ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്നലെ വരെ ഇവിടെ എന്തായിരുന്നു സ്ഥിതി? ചൂടായിട്ട് നമുക്ക് ഈ ചൂടാണെങ്കിൽ ഇവിടെ ഇരിക്കുവാനാവുമല്ലോ ഒരു മിനിറ്റ്. പക്ഷെ ഇന്ന് കോരിച്ചൊരിയുന്ന മഴ. മടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഉദു ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയപ്പുതു മക്കഥ കേട്ട ജബായല്ലോ. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഉദു ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയപ്പുതു മക്കഥ കേട്ട ജബായല്ലോ. ആരും പേടിക്കൊന്നും വേണ്ട, എല്ലാവരും ആഹാ. അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സബഹ് ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈകൊള്ളുന്നൊരു വെൺതരിമണലിൽ മധ്യത്തിൽ പലവിധ വർണ്ണപ്പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിൽ തട്ടുകൾ 8 ആ തട്ടുകൾ 8ലും 8 8 തൊട്ടിയും പെട്ടിയും കട്ടിലും മേശയും കൊറുസുണ്ട്. കതിർകത്തും വിഗന്ധിയും എത്തും മണിമുത്തം മൈലിസിപ്പത്തും പല പുത്തൻ ചിത്രക്കൊത്തും തട്ടും ഞെട്ടും വെച്ചു മികന്തും ഒരു മിത്ത് ചുരത്തിനകത്ത് കൊരുത്ത് വകുത്ത് പടുത്തുയർത്തിയെടുത്തു കട്ടിൽ 4-ാം തട്ടിലിരിപ്പുണ്ട്. മണിമാണിക്ക കട്ടിൽ 4-ാം തട്ടിലിരിപ്പുണ്ട്. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഉദു ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയപ്പുതു മക്കഥ കേട്ട ജബായല്ലോ.
മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാവുകയായി. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശമാലേ. മഹാത്ഭുതത്തിൻ പൂന്തണൽ ചെയ്ത് മനോജ്ഞ പുഷ്പം കൊഴിഞ്ഞുപോയി. സഹോദരൈക്യത്തിൻ്റെ പുണ്യ സഹായഹസ്തം മറഞ്ഞുപോയി. സമസ്തനായൊരു സമുദായത്തിൻ സേവന താരം മറഞ്ഞുപോയി. മഹാശയ പൊന്നിലാവ് സെയ്ത് PMS മൃതിയായി. മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാവുകയായി. ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം. ഞെട്ടറ്റിയിടും പൂക്കോയ തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം. ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ. ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തു കാട്ടും പ്രകാശം.